അഡ്വക്കേറ്റ് വസന്ത് സുരേഖ് അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ വസന്ത്, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല ആശുപത്രി വളപ്പിൽ എന്നതാണ് ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. പൊതിച്ചോർ വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, എന്തു കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത് എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അവിടെ വെച്ചവർ വോട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, വോട്ട് ചോദിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മാധുവിനോട് ആരാണ് പറഞ്ഞത്? അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന ബോധ്യം അങ്ങേക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വോട്ട് ചോദിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന സേവനങ്ങളുടെ മുകളിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു പുഞ്ചിരി പോലും രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ. അപ്പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, വോട്ട് ചോദിക്കുന്നത് ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നത്. അല്ല, അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൻ്റെ ക്രിട്ടിക്കൽ യൂണിറ്റിൻ്റെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് അവിടെ വിളിച്ചു ചേർത്ത മെഡിക്കൽ ഈ പറയുന്ന ആശുപത്രി വികസന ബോർഡിൻ്റെ മീറ്റിങ്ങിൽ ഡോക്ടർമാർ അടക്കം, ആശുപത്രി വികസന സമിതിയുടെ അംഗങ്ങളടക്കം, അവിടുത്തെ MLA അടക്കമുള്ളവർ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്താ ആവശ്യം? ഈ ABVP-യുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള സേവാഭാരതിയുടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടർ പറയുന്ന സീസൺ ഉദ്ദേശിച്ച് അവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എക്സ്റ്റൻഷന് വേണ്ടി മുമ്പോട്ട് വെച്ചത്, ആ പദ്ധതി മുമ്പോട്ട് വെച്ചത് LDF ഗവൺമെന്റ് ആയിരുന്നു. ഒരു വർഷമായി. ആ ഒരു വർഷമായും അത് പേപ്പറിൽ ഇരിക്കാൻ കാരണം അവിടെ ഈ പറയുന്ന സേവാഭാരതിയുടെ ഈ പറയുന്ന കൗണ്ടർ ഉള്ളത് കൊണ്ടാണ്. അവരവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല, മാറിക്കൊടുക്കുന്നില്ല. രണ്ട്, അതേ ആശുപത്രി കെട്ടിടത്തിൻ്റെ ഉള്ളിൽ 4 ലക്ഷത്തോളം രൂപ മുടക്കി DYFIയുടെ മറ്റൊരു കൗണ്ടറുണ്ട്. അപ്പോൾ ഈ രണ്ട് കൗണ്ടറുകളും അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ പാതയം എന്ന പേരിലും പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. അതിന് പന്തൽ കെട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരു കെട്ടിട നിർമ്മാണം ഒന്നും നടത്തുന്നില്ല, ഒരു സ്ഥലവും കയ്യേറുന്നില്ല. അവിടെ വരുന്നവരെ അവർ ആ സൈഡിൽ പോയി നിന്ന് വെയിൽ കൊണ്ട് ഫുഡ് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സേവനം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ, എന്തിനാണ് കെട്ടിട സമുച്ചയങ്ങൾ ഉയർത്താൻ വേണ്ടി ധൃതിപ്പെടുന്നത്? എന്തിനാണ് ആശുപത്രി സ്ഥലം കയ്യേറുന്നത്? അവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പണിയണം എന്നൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അവരെ സമീപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാറിക്കൊടുക്കാൻ തയ്യാറാവാത്തത്? കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ ഇത് കൊടുക്കാലോ, അല്ലേ? കൊടുക്കാതിരിക്കാൻ പറഞ്ഞു വരുന്നത്. ശരി, അപ്പോഴും ഈ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്ന ഇത്രയും കാലവും ഈ ആശുപത്രി അധികൃതർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കെട്ടിട പണിയടക്കം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞു മാറണമെന്ന് ആവശ്യപ്പെട്ട് അവർക്ക് എന്തെങ്കിലും നോട്ടീസ് നൽകിയിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് DYFI നേതാക്കളോടടക്കം ആവശ്യം ഉന്നയിച്ചിട്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും ഔദ്യോഗിക രേഖയുണ്ടോ? അല്ല മധു, DYFI എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെ ഈ പ്രശ്നം ഉയർന്നത് ഇപ്പോൾ K മുരളീധരനോ അല്ലെങ്കിൽ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച G സുധാകരനോ ആരും DYFIയുടെ പൊതിച്ചോറ് വിതരണം നിർത്തണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങിപ്പോൾ DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിന്റെ നാള് അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞ 9 വർഷമാണ്. ഞങ്ങൾ 2005 ആലുവ UC കോളേജിൽ പാതയം എന്ന് പറയുന്ന KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയാണ് ആദ്യമായി പൊതിച്ചോറ് വിതരണം ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കാൻ തുടങ്ങിയത്. അത് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. DYFI മാത്രം കൊടുക്കുന്നു. എന്റെ ഇൻട്രോയിൽ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങ് കേട്ടു. അതൊരു വല്ലാത്ത കേൾവിയായി പോയല്ലോ. അല്ലല്ല, എന്റെ ഇൻട്രോയിൽ കോൺഗ്രസ്സുകാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞോ? അല്ല, അങ്ങ് കേട്ടു. അല്ലല്ല, അങ്ങയുടെ ഇൻട്രോയിൽ അങ്ങ് സവിസ്തരം പ്രസംഗിച്ചതിൽ മുഴുവൻ DYFIയുടെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. DYFIയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. പൊതിച്ചോറ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് G സുധാകരൻ. ഇവിടെ ആർക്കും രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല. അഡ്വക്കേറ്റ് വസന്ത് സുരേഖ്, G സുധാകരന്റെ ഈ പ്രസ്താവന എങ്ങനെയാണ് ആലപ്പുഴയിൽ ഉണ്ടാകുന്നത് എന്ന് അങ്ങ് പറയൂ. അദ്ദേഹം DYFIയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കൊടി കയ്യിൽ കൊടുക്കുന്നതടക്കം DYFIയുടെ പൊതിച്ചോറ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് തിരികെ ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൊടി കയ്യിൽ കൊടുക്കുന്നതെന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായില്ലേ? അതിൻ്റെ ഉത്തരം പറയാം. 30 സെക്കൻഡ് മതി, അങ്ങ് ഇടപെടാതിരിക്കണേ. 30 സെക്കൻഡ്. അവിടെയാണ് പ്രശ്നം. KSUക്കാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ അവിടെ പൊതിച്ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നീല പതാകയോ അല്ലെങ്കിൽ ത്രിവർണ്ണ പതാകയോ പിടിച്ചുകൊണ്ടല്ല പോകുന്നത്. എന്നാൽ DYFI അവിടെ കൊടുക്കുമ്പോൾ അവരുടെ ശുഭ്ര പതാക അവരുടെ കയ്യിലുണ്ട്.
അവരുടെ ഡിവൈഎഫ്ഐ എന്ന് എഴുതിയ പൊതിച്ചോറിന് മുകളിൽ സ്നേഹപൂർവ്വം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ടാഗ് ലൈൻ ഉണ്ട്. ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഫോട്ടോ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നതെന്ന് ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് അന്നദാനം കൊടുക്കുന്നില്ലേ? മോശപ്പെട്ട കാര്യമല്ല കേട്ടോ, മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കെ കരുണാകരന്റെ ചിരിക്കുന്ന ചിത്രം വെച്ച് ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ട്, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ട് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നില്ലേ? നല്ല കാര്യമാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് അടക്കം പറഞ്ഞത്. ചെയ്യുന്നില്ല. ഇപ്പൊ ഫ്ലെക്സ് വെച്ച് അടിക്കുന്നത് വലിയ കുറ്റമാണ്, ഇടംകൈ ചെയ്യുന്നത് വലംകൈ അറിയേണ്ടത് എന്നൊക്കെയാണെങ്കിൽ ഇത് ബാധകമല്ലേ? ആരോഗ്യമന്ത്രിയുടെ സ്വന്തം അച്ഛന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. അങ്ങ് 30 സെക്കൻഡേ ഞാൻ അങ്ങോട്ട് ചോദിച്ചുള്ളൂ, അതിൽ പോലും അങ്ങ് ഇടപെടുകയാണ് ചെയ്യുന്നത്. സനോജ് ഉണ്ടല്ലോ, സനോജ് ഡിവൈഎഫ്ഐയുടെ ഭാഗം പറഞ്ഞോളും. ഞാൻ പറഞ്ഞത് കൊടി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിൻ്റെ, പൊളിറ്റിക്കലൈസേഷൻ്റെ ആവശ്യം അതിലില്ല. നമ്മൾ സേവനം ചെയ്യുന്നു. ഇടം കൈ കൊടുക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ വലം കൈ അറിയാത്തതാണ് നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ അവിടെ യൂത്ത് കോൺഗ്രസും KSUവും ഈ പറയുന്ന സേവാഭാരതിയും അടക്കമുള്ളവരെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ എന്താ ഉണ്ടായത്? സേവാഭാരതി ആ സ്ഥലം കയ്യേറി. അവരോട് മാറിക്കൊടുക്കണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന അവിടുത്തെ വികസന സമിതി യോഗത്തിൻ്റെ മിനിറ്റ്സ് അടുത്ത ദിവസങ്ങളിൽ വെളിയിൽ വരും. അപ്പോൾ കണ്ടോണം, അവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി LDF ഗവൺമെൻറ്റാണ് അവിടുത്തെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വെക്കുന്നത്. നല്ല കാര്യമാണെന്നേ, എനിക്കത് പറയുന്നതിനകത്ത് മടിയൊന്നുമില്ല. പക്ഷേ ഒരു വർഷക്കാലമായി LDF ഗവൺമെൻറ്റിന് ആ ആശയം അവിടെ നടപ്പിലാക്കാൻ പറ്റാതെ പോയത് അവിടെ സേവാഭാരതിയുടെ ഈ പറയുന്ന ഭക്ഷണ കൗണ്ടർ ഉള്ളത് കൊണ്ടാണ്. ആ ഭക്ഷണ കൗണ്ടർ അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം എന്ന് ആശുപത്രി വികസന സമിതിയും അവിടുത്തെ അധികൃതരും ആവശ്യപ്പെട്ടു. അവർ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡിവൈഎഫ്ഐയുടെ 4-4.5 ലക്ഷം രൂപ വരുന്നൊരു കെട്ടിടമുണ്ട്, അതും പൊളിക്കണം, അവിടെ മറ്റൊരു പദ്ധതി വരണം എന്നുള്ള ആവശ്യം മുമ്പോട്ട് വെച്ചു. അവർ മാറിക്കൊടുക്കില്ല എന്ന് പറയും. രാഷ്ട്രീയ ഈ പറയുന്ന എന്താ പറയുന്നത് ദണ്ട് കാണിക്കുകയും ചെയ്തോടത്താണ് ആരോഗ്യവകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്നത് അവിടെ കൊടി പിടിച്ചുകൊണ്ട് ആശുപത്രി പ്രമിസിന്റെ ഉള്ളിൽ കയറണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നു. ഈ പറയുന്ന സേവനം അത് ഒരു പരിധിവരെയൊക്കെ ചില മനുഷ്യർക്ക് ഔദാര്യമായിട്ടാണ് തോന്നുക. പക്ഷേ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഗവൺമെൻറ് മുമ്പോട്ട് വെക്കുമ്പോൾ അത് അവകാശമായി മാറിയാൽ അത് നല്ലൊരു പൊളിറ്റിക്കൽ, അതൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് അല്ലേ? ആ പോസിറ്റീവ് മൂവ്മെൻറ്റ് എന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? ഇന്ന് വരെ ഒരു സൈഡിൽ അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ ഔദാര്യത്തിൻ്റെ മാസ്ക്ഡ് ആവുന്ന ആ ഒരു ലൈനിലേക്ക് ചിത്രീകരിക്കപ്പെടുന്ന സാധനം സേവനം എന്ന് അങ്ങയോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരുടെ ഭാഗം സനോജ് പറഞ്ഞോളും എന്ന് അങ്ങ് അധിക്ഷേപിക്കുന്നതിൽ ഞാൻ അത്ര വലിയ കാര്യമൊന്നും കാണുന്നില്ല. കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്തെ വശത്തുള്ള രാഷ്ട്രീയവാദം തന്നെയാണ് ചോദിക്കേണ്ടത്. അല്ലാതെ കോൺഗ്രസ്സുകാരോട് ഈ നിയമസഭയിൽ ചില MLA-മാർ ഇപ്പോൾ ചോദിക്കുന്നത് പോലെ അങ്ങനെ ഉദാത്തമായ ചില കാര്യങ്ങളാണല്ലോ ഭരണപക്ഷ മന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന നിലയ്ക്ക് സംസാരിക്കാൻ ഞാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല. അതവിടെ നിൽക്കട്ടെ ശ്രീ വസന്ത് സിരേഖ. പക്ഷേ ഈ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കെ കരുണാകരന്റെ ചിത്രം വെച്ച് അതിന് താഴെ പച്ച മലയാളത്തിൽ എഴുതി വെച്ച 30 സെക്കൻഡിലേക്ക് എനിക്കും തരൂ പൂർത്തീകരിക്കാൻ, 30 സെക്കൻഡിലേക്ക് എനിക്കും തരൂ പൂർത്തീകരിക്കാൻ. അപ്പൊ അവിടെ ഈ ഉച്ചഭക്ഷണം, ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല. എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? ഞാനത് കേട്ടില്ല അങ്ങ് പറഞ്ഞത്. പറഞ്ഞോളൂ. അല്ല, ഈ ചർച്ച തുടങ്ങിയിട്ട് 9 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 6 മിനിറ്റെങ്കിലും അങ്ങ് തന്നെയാണ് എടുത്തതെന്ന് അങ്ങ് ഓർത്താൽ മതി. 2, അങ്ങ് കോൺഗ്രസ്സുകാരന്റെ ഭാഷയിൽ സംസാരിക്കണമെന്ന ഔദാര്യമോ അങ്ങയുടെ ദാക്ഷിണ്യമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനോ കോൺഗ്രസിന്റെ ഒരു വക്താക്കളും ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ വരുന്നു ഞങ്ങളെ അത് സംസാരിക്കാൻ വിടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടിയന്തരമായി അല്ലല്ല, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നത് ഭരണപക്ഷത്ത് വരുന്ന പ്രതിനിധികൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ല എന്ന് പറഞ്ഞ വാദമായിരുന്നു. സ്വാഭാവികമായും അപ്പുറത്ത് നിൽക്കുമ്പോൾ, ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത്തരം ചോദ്യങ്ങൾ കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരും. വസന്ത് സിരേഖ, അങ്ങ് ഈ പറയുന്ന അത് അധികം ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോ അങ്ങേക്ക് പണ്ട് ഭരണപക്ഷത്തിരുന്നവർ പറയുന്ന ഭാഷയിൽ പറയാൻ പറ്റും. ഒരു പേടിയില്ല മാധു. നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷത്ത് വന്നതിന്റെ ആദ്യത്തെ ദിവസം പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ട് വന്ന വിഴിഞ്ഞം അഴിമതി 10,000 കോടി രൂപയുടെ അതിൻ്റെ അകത്ത് വക്താക്കളെ വിടാൻ പറ്റാത്ത CPM-നെ ആണോ ഞങ്ങൾ കോൺഗ്രസ്സുകാരൊക്കെ എല്ലാ ചർച്ചയിലും വക്താക്കളെയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. കോൺഗ്രസ്സുകാരൊക്കെ എല്ലാ ചർച്ചയിലും വിടുന്നുണ്ട്. ഇനി അത് വിട്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. എനിക്ക് അതിലേക്ക് ആ വിഷയത്തിലേക്ക് ഡ്രാഗ് ചെയ്യണമെന്ന് താല്പര്യമില്ല. അങ്ങ് പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഡിവൈഎഫ്ഐക്ക് ഇത് കൊടുക്കണമെന്നുണ്ടോന്ന് ഇരിക്കട്ടെ. ഏത് സേവന പ്രവർത്തനം നല്ല കാര്യമാണ്.
ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് നല്ലതല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസിനില്ല. അവർ ചെയ്തത് നല്ല പ്രവൃത്തിയാണല്ലേ. നാട്ടിൻപുറത്തെ കുറച്ച് യുവാക്കൾ അവർ ഡിവൈഎഫ്ഐ പ്രവർത്തിക്കട്ടെ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കട്ടെ, അവർ വീടുകൾ കയറി ഈ പറയുന്ന അമ്മമാരിൽ നിന്ന്, അങ്ങനെ ഇൻട്രോയെ തന്നെ കടമെടുത്താൽ അമ്മമാരിൽ നിന്ന് നാളെ കുറച്ചുകൂടി അരി ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കൂടി ഒരു ഇൻവോൾവ്മെൻറ്റിനെ സാംശീകരിച്ചുകൊണ്ട് ഒരു ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. നല്ല കാര്യമാണ്, കൊടുക്കണമെന്നൊന്നും സർക്കാരോ കോൺഗ്രസോ പറഞ്ഞിട്ടില്ല. അത് കോൺഗ്രസ്, അത് ഡിവൈഎഫ്ഐ മാത്രമല്ല ചെയ്യുന്നത്, യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നുണ്ട്, KSU ചെയ്യുന്നുണ്ട്, ABVP ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം തൊട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു സങ്കല്പം സർക്കാർ മുമ്പോട്ട് വെക്കുമ്പോൾ നാളെ തൊട്ട് ഡിവൈഎഫ്ഐയുടെ പരിപാടി ഇവിടെ വേണ്ട, എടുത്തുകൊണ്ട് പോടാം നിന്റെ കൊടിയും വടിയും എന്നല്ല സർക്കാർ പറഞ്ഞത്. സർക്കാർ പറഞ്ഞത് നമ്മളിതാ മുമ്പോട്ട് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ വെക്കുന്നു. എന്താ അത് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്നതാണ്. അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ഡിവൈഎഫ്ഐക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് അവരുദ്ദേശിക്കുന്ന സാധനം വലിയ ബുദ്ധിമുട്ടായിരിക്കും. LDF സർക്കാർ വയനാട് ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളില്ല, ഞങ്ങൾ തന്നെ പറഞ്ഞോളാം എന്ന് പറയുന്നവരാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ ഈ സർക്കാർ പ്രഖ്യാപിക്കുമ്പം LDF സഹകരിക്കണം, പ്രത്യേകം നടത്തേണ്ടതില്ല, ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അങ്ങേക്ക് ഈ കോട്ടയം ജനറൽ ആശുപത്രിയിലെ കാര്യം, ജില്ലാ ആശുപത്രിയിലെ കാര്യം പറയാനുണ്ടോ? വയനാട് പറഞ്ഞോണ്ടാ, വയനാട് 10,000 പേർക്ക് കൃത്യമായ ഭക്ഷണം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡിന്റെ കിച്ചൺ പോയി അവിടെ അങ്ങനെയല്ല പറഞ്ഞത്. സർക്കാർ പദ്ധതികളോട് പ്രതിപക്ഷത്തിരിക്കുന്നവർ സഹകരിക്കണം. നിങ്ങളുടെ പദ്ധതി മാറ്റിവെച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടപ്പോഴാണ് പറഞ്ഞത്. വയനാട് സർക്കാർ ടൗൺഷിപ്പ് പ്രോജക്ട് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രത്യേകം പണിതോളാം എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോഴാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഇങ്ങോട്ട് സംഭാവന ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ LDF സമ്മതിക്കണം, സഹകരിക്കണം. ശരി, നല്ല കാര്യമാണ്, ഭയങ്കര പോസിറ്റീവ് പൊളിറ്റിക്സാ. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ K. കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഭക്ഷണ വിതരണം ഫ്ലെക്സ് വെച്ച് വേണോ വേണ്ടയോ? ശ്രീമതി മാധി സജി, ഞാൻ പറയാത്തത് അങ്ങ് വളച്ചോ, പക്ഷെ അങ്ങ് ഒടിക്കണ്ട. ഞാൻ പറഞ്ഞത് അവർ സംഭാവനയാണോന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലല്ല അങ്ങ് ഒടിക്കാൻ നിൽക്കണ്ട. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഇവിടേക്ക് എത്തിക്കാം. അവർക്ക് മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ ആക്കും സർക്കാർ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ നാളെ തൊട്ട് ഡിവൈഎഫ്ഐയുടെ പരിപാടി ക്യാൻസൽ ചെയ്തേക്ക്, അല്ലെങ്കിൽ ABVPയുടെയോ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പരിപാടി ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിനും അപ്പുറത്ത് അതിലൊരു യാഥാർത്ഥ്യ ബോധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങയുടെ ഈ ചർച്ചയിൽ 6ാമത്തെ തവണയാണ് ചോദിക്കുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ കാര്യം. അല്ല, കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഈ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് നാളെ തൊട്ട് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സ്പോൺസർ ചെയ്യാം. അവർക്കും സ്പോൺസർ ചെയ്യാം. എന്താ കുഴപ്പം? ഒരു കാര്യം കൂടി ഇന്ന് കുറച്ചു മുമ്പ് വളരെ കൃത്യമായി ദേവസ്വം മന്ത്രാലയത്തിന്റെ ഈ പറയുന്ന ദേവസ്വം മന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ സർക്കാരിന് എതിർപ്പേ ഇല്ല. ഇപ്പോഴത്തെ വിവാദം ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ പൊതുവായി വ്യാഖ്യാനിക്കേണ്ടതില്ല. ആലപ്പുഴയിൽ സംഘടനകൾ ഭക്ഷണം അങ്ങനെയല്ല ഉണ്ടായത്. അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്, 7ാമത്തെ തവണയും ഞാൻ ചോദിക്കുന്നു, ഇത്രയും കാലം ഫ്ലെക്സ് വെച്ചതോ, K. കരുണാകരന്റെ ചിത്രം വെച്ച് ഇത്രയും കാലം അന്നദാനം നടത്തിയതോ? ഞാൻ തെറ്റ് പറഞ്ഞതല്ലോ കേട്ടോ. ഈ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ഫ്ലെക്സ് വെച്ചും കൊടി വെച്ചും കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, അപ്പൊ ഇത്രയും കാലം ചെയ്തതോ തെറ്റാണോ? അല്ല, ഞാനും കോട്ടയത്ത് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങും കോട്ടയം സ്വദേശിയായിരുന്നല്ലോ. ഈ പറഞ്ഞ K. കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് അവിടെ കോൺഗ്രസിന്റെ കൊടിയുണ്ടോ? K. കരുണാകരന്റെ ചിത്രമുണ്ട്. K. കരുണാകരന്റെ ചിത്രത്തിന് താഴെ ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എന്നുണ്ട്. അത് മുൻ പ്രധാനമന്ത്രിയുടെ പേരാ. അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണത്. അവിടെ ഒരിടത്തും കോൺഗ്രസിന്റെ കൊടിയോ കോൺഗ്രസിന്റെ രാഷ്ട്രീയമോ ആ ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയത്ത് ഒരിടത്ത് പോലും. ഞാൻ മാധുവിനെ വെല്ലുവിളിക്കുന്നു, ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റോ യൂത്ത് കോൺഗ്രസോ KSU ഏതെങ്കിലും ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ അവിടെ സ്ഥലം കയ്യേറി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്തിനാ സ്ഥലം കയ്യേറുന്നത്? എന്തിനാ സ്ഥലം കയ്യേറുന്നത്? അവിടെയാണ് വിളമ്പാനുള്ള മേശയും ഉപകരണങ്ങളും കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ആ വിതരണവും നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ? K. കരുണാകരന്റെ ചിത്രം വെച്ച് ഫ്ലെക്സ് വെച്ചും കൊടി വെച്ചും പാടില്ല എന്നാണ് പറയുന്നത്. അതിൽ ഫ്ലെക്സും ഉണ്ടല്ലോ. ഫ്ലെക്സ് വെച്ച് ഇത്രയും കാലം കൊടുത്ത് തെറ്റാണോ ശരിയാണോ? അഡ്വക്കേറ്റ് വസന്ത് സിരേഖ്.
ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഒന്ന്, അത് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. രണ്ട്, ഞാനും കോട്ടയത്ത് തന്നെ ജീവിക്കുന്ന ആളാണ്. അങ്ങ് പറയുന്ന പോലെ ഫുൾ ടൈം അവിടെ ബെഞ്ചും മേശയിട്ട് ഫ്ലെക്സും വെച്ച് പരിപാടി നടക്കുകയല്ല. അവർ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മാത്രം അവരൊരു ഒരു ഒരു 3:2 ഫ്ലെക്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അതേപോലെ തന്നെ 3:2 ചെറിയൊരു ഫ്ലെക്സും വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ അവർ തന്നെ കൊണ്ടുവരുന്ന ഈ പന്തലുകാർ ഉപയോഗിക്കുന്ന പോലെ മടക്കാൻ പറ്റുന്ന ഒരു മേശ വെക്കും. ആ മേശയുടെ പുറത്ത് ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണോ മാധു ഒരു ഹോസ്പിറ്റൽ പന്തൽ കെട്ടുന്നത്? ഫ്ലെക്സ് വെച്ച് ഭക്ഷണം കൊടുക്കാമോ? അല്ലെന്നേ മാധു സജി, ഞാൻ വളരെ കൃത്യമായി പ്രസ് റിലീസ് വായിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ ഇൻറ്റൻഷൻ, സർക്കാരിൻ്റെ വസ്തുവിൻ്റെ ഉള്ളിൽ, ഹോസ്പിറ്റൽ പ്രമിസിൻ്റെ ഉള്ളിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തച്ചു തകർക്കുന്ന രീതിയിൽ, മാറിക്കൊടുക്കാത്ത രീതിയിൽ അവിടെ എന്ത് പണിയതാണ്, സ്ഥലം കയ്യേറുന്നതാണ്. അത് ഇനി അനുവദിക്കില്ല ആർക്കും പ്രശ്നം. അല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പറയുന്ന യാതൊരു സിംബൽസും പാടില്ലാത്ത ഒന്നാണെന്ന്. അവിടെ ഈ ഫ്ലെക്സ് വെച്ച് ഭക്ഷണം കൊടുക്കാമോ? മാധു, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഡിവൈഫൈ ഫ്ലെക്സ് കൊടുക്കുന്ന. ഞാൻ പറഞ്ഞു സർക്കാർ അല്ലെങ്കിൽ മന്ത്രി ആ വിഷയം മുമ്പോട്ട് കൊണ്ടുവന്നത് പ്രത്യേകമായി ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനുള്ളിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുമാറ് ഈ പറയുന്ന സേവാഭാരതിയുടെ സംവിധാനം നിൽക്കുന്നു, ഡിവൈഎഫ്ഐയുടെ കെട്ടിടം നിൽക്കുന്നു. അത് പൊളിച്ചു മാറ്റണമെന്ന് പലകുറി ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യുന്നില്ല. ആശുപത്രികളിലെ സ്ഥലം കയ്യേറാൻ Debate with Madhu Saji.